നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ കാണാം. ഇഫ് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ് then prove that div r is equal to 3 and curl r is equal to 0. ഒന്നുകൂടെ വായിക്കാം. വെക്റ്റർ ആർ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ് എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ഡൈവ് ആർ 3 ആണെന്ന് തെളിയിക്കണം, കേൾ ആർ 0 ആണെന്ന് തെളിയിക്കണം. സോ നമുക്ക് ഫസ്റ്റ് ഡൈവ് കണ്ടുപിടിക്കാം. ഡൈവ് ഓഫ് വെക്റ്റർ ആർ, ഞാൻ പറഞ്ഞു വെക്റ്റർ ആർ എന്താണ്, ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ്, ശരിയല്ലേ? സോ ഡൈവ് എന്താണ്, ഡെൽ ഡോട്ട് എന്ന് ഞാൻ പറഞ്ഞു, ഡെൽ ഡോട്ട് ഓഫ് ഇത്രയും കാര്യം. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഐയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ്. നമുക്കറിയാം ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് 1, ഡോ ബൈ ഡോ വൈ ഓഫ് വൈ 1, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് 1. സോ 1 + 1 + 1 = 3. സോ നമുക്ക് എന്ത് കിട്ടി, ഡൈവ് ആർ ഇസ് ഈക്വൽ ടു 3. ഇതാണ് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേൾ ആർ ആണ്. അതായത് കേൾ ആർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ കേൾ ആർ നിങ്ങൾക്ക് കേൾ എങ്ങനെ എടുക്കാമെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. കേൾ എങ്ങനെ എടുക്കും, കേൾ എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിനൻ്റ് വരച്ച് നമ്മൾ ചെയ്യണം. അതിന് ഞാൻ അവസാനം എൻഡ് റിസൾട്ട് ഞാൻ എഴുതി കാണിച്ചു തരാം. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ഐ ക്യാപ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് കെ ക്യാപ്. സോ നമ്മൾ നോക്കേണ്ടത് ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് 0, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ 0. സോ ഫസ്റ്റ് പാർട്ട് എന്താണ്, 0 ഐ ക്യാപ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ എന്താണ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് അതും 0. സോ മൈനസ് 0 ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ 0, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് അതും 0 പ്ലസ് 0 കെ ക്യാപ്. നമ്മുടെ ഉത്തരം എന്ത് കിട്ടി, 0 ഐ ക്യാപ് മൈനസ് 0 ജെ ക്യാപ് പ്ലസ് 0 കെ ക്യാപ്, അതായത് 0 തന്നെയാണ് നമ്മുടെ ഉത്തരം. സോ എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ തെളിയിച്ചത് എന്താണ്, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ് ആണെങ്കിൽ ഡൈവ് ആറിൻ്റെ വാല്യൂ 3, കേൾ ആറിൻ്റെ വാല്യൂ 0. സോ നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡൈവ് ഓഫ് കേൾ എഫ് ഇഫ് f is equal to x square z I cap minus 2y cube z square j cap plus x y squared z k cap. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ഡൈവ് ഓഫ് കേൾ എഫ് വെയർ വെക്റ്റർ എഫ് is equal to x squared z I cap minus 2y cube z square j cap plus x y squared z k cap. സോ നമ്മൾ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടൊരു കാര്യം തന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നൊരു കാര്യം ഡൈവ് ഓഫ് കേൾ എഫ് ഇസ് ഈക്വൾ ടു 0 ആണ്. നമുക്കറിയേണ്ട ഒരു കാര്യമാണ് ഡൈവ് ഓഫ് കേൾ എഫ് ഇസ് ഈക്വൾ ടു 0. അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഡൈവ് ഓഫ് കേൾ എഫ് 0 ആണെന്ന് തെളിയിക്കാനാണ്. സോ നമ്മൾ കേൾ എഫ് കണ്ടുപിടിക്കുക. എന്താണ് കേൾ എഫ്, നേരത്തെ പറഞ്ഞ പോലെ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ് ഇസഡ്, രണ്ടാമത്തത് മൈനസ് 2 വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ, മൂന്നാമത്തത് എക്സ് വൈ സ്ക്വയർഡ് ഇസഡ്. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സ്ക്വയർഡ് ഇസഡ്. അപ്പോൾ 2xy ഇസഡ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിക്കോളും. ഇനി ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ എന്താണ് 4, ഇവിടുത്തെ 2 കൂടെ ചേർന്ന് 4 വൈ ക്യൂബ് ഇസഡ് ദ ഹോൾ ഇൻറ്റു ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ ഇസഡ്. അപ്പോൾ വൈ സ്ക്വയർ ഇസഡ് മൈനസ് ഇസഡ് ഇവിടെ ഉണ്ട്, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് എത്രയാണ് 1 വൈ സ്ക്വയർ പ്ലസ് കെ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ്
ഇവിടെ എക്സ് ഇല്ല, സീറോ. ഡോ ബൈ ഡോ വൈ ഓഫ് ഇവിടെ വൈ ഇല്ല, അതും സീറോ. അതുകൊണ്ട് കെ ക്യാപ്പ് ഇല്ല ഈ കമ്പോണൻറ്റിൽ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ്റെ ഡൈവ് എടുക്കുക. സോ ഡൈവ് എന്താണ്? ഡൈവ് ഓഫ് കേൾ എഫ് എന്ന് പറയുന്നത്, നമുക്ക് ഡൈവ് എന്താണെന്ന് ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാപ്. അതിന് നമ്മൾ കേൾ എഫ് കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. സോ ഐയുടെ കമ്പോണൻസ് പ്ലസ് ജെയുടെ ഐയുടെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെയുടെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കെയുടെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xyz പ്ലസ് 4y³ z പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ്, ഈ മൈനസിനകത്തോട്ട് കയറ്റാം. അപ്പോൾ എന്ത് വരും? ഈ മൈനസിനകത്തോട്ട് കയറ്റുമ്പോൾ മൈനസ് ഓഫ് y² z മൈനസ് x². y² z മൈനസ് x². കെയുടെ കമ്പോണൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഫസ്റ്റ് നോക്കുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xyz. അപ്പോൾ അവിടെ എന്ത് വരും? 2yz എന്ന് വരും. ഇവിടെ എക്സ് ഇല്ല, സോ പ്ലസ് 0. ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് y² z, അവിടെ മൈനസ് 2yz എന്ന് വരും. ഇവിടെ y ഇല്ലാത്തത് കൊണ്ട് അത് 0. അപ്പോൾ 2yz മൈനസ് 2yz, ആൻസർ എത്ര? 0. അപ്പോൾ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് ഡൈവ് ഓഫ് കേൾ എഫ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൈവ് ഓഫ് കേൾ ഏത് ഫംഗ്ഷൻ, അത് എഫ് ആവട്ടെ, എ ആവട്ടെ, ബി ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് 0 ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡൈവ് ഓഫ് കേൾ എഫ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഡൈവ് ഓഫ് കേൾ എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അതിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ്? 0 ആണ്. അത് നമ്മൾ തെളിയിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9. അടുത്ത നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് യു ഈസ് ഈക്വൽ ടു x² പ്ലസ് y² പ്ലസ് z², വെക്റ്റർ v ഈസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk, ഷോ ദാറ്റ് ഡൈവ് u ഇൻറ്റു വെക്റ്റർ v ഈസ് ഈക്വൽ ടു 5u. ഒന്നുകൂടെ വായിക്കാം. ക്വസ്റ്റ്യനിൽ u തന്നിട്ടുണ്ട്, x² പ്ലസ് y² പ്ലസ് z², v തന്നിട്ടുണ്ട് xi പ്ലസ് yj പ്ലസ് zk. ദെൻ ഡൈവ് ഓഫ് യു വി എന്ന് പറയുന്നത് 5u ആണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് യു വി എന്താണെന്ന് കണ്ടുപിടിക്കണം. u ഇൻറ്റു വെക്റ്റർ v. യു ഇൻറ്റു വെക്റ്റർ v എന്താണ്? x² പ്ലസ് y² പ്ലസ് z² ഇൻറ്റു xi പ്ലസ് x² പ്ലസ് y² പ്ലസ് z² ഇൻറ്റു yj പ്ലസ് x² പ്ലസ് y² പ്ലസ് z² ഇൻറ്റു zj. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡൈവ് യു വി ആണ്. ഓൾറെഡി ഡൈവ് എന്താണെന്ന് പറഞ്ഞു. ഡൈവ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട്, ഡെല്ലിൽ ആരൊക്കെ ഉണ്ട്? ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാപ്. അതിനെ യു വി കൊണ്ട് ഡോട്ട് എടുക്കുക. സോ ഐയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കെയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോറി, ഇവിടെ കെ ആണ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ്, ഇതിനകത്തോട്ട് കയറ്റുമ്പോൾ എന്ത് വരും? x³ പ്ലസ് xy² പ്ലസ് xz² പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് x² പ്ലസ് y³ പ്ലസ് z² പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x² പ്ലസ് y² പ്ലസ് z³ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് x³ എന്ന് പറഞ്ഞാൽ 3x² ആണ്. xy², അപ്പോൾ y² xz² z² പ്ലസ് ഇവിടെ വരുമ്പോൾ എന്ത് വരും? x² y, വിത്ത് റെസ്പെക്റ്റ് y ചെയ്യുമ്പോൾ x², ഇത് y³ ആണ്, അപ്പോൾ 3y², ഇത് z² y ആണ്, അപ്പോൾ z² പ്ലസ് ഇവിടെ നോക്കുക x² z, അപ്പോൾ x² y² z, അവിടെ y² z³ എന്നാണ്, അപ്പോൾ 3z², വിത്ത് റെസ്പെക്റ്റ് z ചെയ്യുന്നുണ്ട്. സോ നോക്കുക, എക്സ് എന്താണ്? 3, 4, 5, അപ്പോൾ 5x², അതേപോലെ 5y², 5z². അപ്പോൾ ഇതിൽ നിന്നൊരു 5 കോമൺ എടുത്താൽ 5 ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z², 5 ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z². അപ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഓൾറെഡി പറഞ്ഞ x² പ്ലസ് y² പ്ലസ് z² u ആണ്. സോ 5u. അപ്പോൾ എന്ത് കിട്ടി? ഡൈവ് യു വി ഈസ് ഈക്വൽ ടു 5u എന്ന് കിട്ടി.
ഇതാണ് നമ്മുടെ പ്രോബ്ലം നമ്പർ 10.